أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്കിങ്ങനെ അള്ളാഹുവിൻ്റെ കലാം പഠിക്കുന്ന ഒരു സദസ്സിൽ ഒരുമിച്ച് ഇരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകിയത്. അൽഹംദുലില്ലാ. നമുക്കെല്ലാവർക്കും പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ സൂറത്തുൽ മുൽക്ക് കഴിഞ്ഞു. സൂറത്തുൽ ഖലമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ഏകദേശം 15 ആയത്തുകൾ പറഞ്ഞു കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്തതെന്ന് വെച്ചാൽ ഒരു കഥയാണ് അല്ലേ. സൂറത്തുൽ ഖലമിൽ പിന്നെ 17 മുതൽ 33 വരെയുള്ള ആയത്തുകളിൽ ഒരു തോട്ടക്കാരുടെ ചരിത്രം വിവരിക്കുന്നു. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നേർക്ക് നേരെ തോട്ടക്കാരുടെ ചരിത്രം നേർക്ക് നേരെ വിവരിക്കുകയല്ല ചെയ്യുന്നത് അല്ലേ. അതായത് ഒരു ഉദാഹരണമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തോട്ടക്കാരുടെ ഉപമ ഈ സൂറത്തുൽ ഖലമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളും സന്ദേശങ്ങളും ഓതി കേൾപ്പിക്കുമ്പോൾ പരിഹസിക്കുന്ന, ധിക്കരിക്കുന്ന, ധാർഷ്ട്യം കാണിക്കുന്ന അഹങ്കാരികളെ അടുത്ത ഭാവിയിൽ എന്താ സംഭവിക്കാം, അവർക്ക് അതികഠിനമായ ശിക്ഷ വരാനുണ്ട്, അതിനുള്ള ഒരു ഉപമയായിട്ടാണ് അള്ളാഹു തആല ഈ തോട്ടക്കാരുടെ കഥ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ. അതായത് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവന് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവൻ പറയുമെന്ത്? ഇത് പൂർവികന്മാരുടെ പുരാണ കഥകളാണ്. ഖാല അസാതീറുൽ അവ്വലീൻ, പുരാണ കഥകൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പുച്ഛത്തോടെ അതിനെ നോക്കൂ അല്ലേ. നമ്മൾ നേരത്തെ അതിനു മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സമൂഹത്തിലേക്ക് വന്നതും ആ സമയത്ത് ആദ്യത്തെ അല്ലെ ഇസ്ലാമിലെ പ്രബോധനവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് നല്ലതാണ്, പ്രശ്നമില്ല. ഇസ്ലാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ദൗത്യം അല്ലെ, നുബുവത്ത് സിദ്ധിക്കുന്നതിന് മുമ്പ് വരെ എന്തായിരുന്നു? എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ നുബുവത്ത് ലഭിക്കുന്നതോടുകൂടി സത്യം അല്ലെ, അവർ അത്രയും കാലം അവർ ചെയ്ത ആ വിശ്വാസം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതൊന്നും ശരിയല്ല. ഏകദൈവമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റേ ഇലാഹുകളൊന്നും നമ്മൾ പിന്നെ ഇത് ഇലാഹുകളായിട്ട് അവർ സ്വീകരിച്ചിരുന്ന അതിനൊന്നും സ്വീകരിക്കാൻ പാടില്ല, ഒരേ ഒരു ഇലാഹു മാത്രം, അത് അള്ളാഹു മാത്രമാണ് എന്നുള്ള രീതിയിൽ അവരിലേക്ക് പ്രബോധനവുമായി വന്നു അല്ലെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്തായത്? ആളുകൾക്കൊക്കെ അള്ളാഹിൻ്റെ റസൂല് പിന്നെ ഭ്രാന്തനും, പിന്നെ എന്താ പറയുക, എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കാനും ഉപദ്രവിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസമായി കൊണ്ട് പറയുന്നില്ലേ, നീ ഒരു ഭ്രാന്തനല്ല, നീ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ്, നിനക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലുണ്ട്, അവരൊക്കെ വഴിയെ കണ്ടറിഞ്ഞോളും, ആരാണ് സന്മാർഗം പ്രാപിച്ചവർ, ആരാണ് വഴിപിഴച്ചത് എന്നൊക്കെ അവർക്ക് വഴിയെ അറിയാറാകും, മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നീ അവരെ അനുസരിക്കാനൊന്നും പോകണ്ട. കളവാക്കുന്ന, വ്യാജമാക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെയൊന്നും നീ എന്താക്കണ്ട, അനുസരിക്കാൻ പോകേണ്ടതില്ല അല്ലേ. പിന്നെ അവർ എന്താ പറയുക, അധികരിച്ച് സത്യം പറയുന്ന ആളുകളെ, ഏഷണി പറഞ്ഞ് നടക്കുന്ന ആളുകളെ,
നന്മയെ തടയുന്ന ആളുകളെ, അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഉണ്ടാക്കണം. അവരിപ്പോൾ എത്ര വലിയ സമ്പത്തും ഒരുപാട് സന്താനങ്ങളും വലിയ കുലമഹിമയും പത്രാസും അല്ലെ അതൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും അങ്ങനെയുള്ളവരെ നീ എന്താക്കേണ്ടതില്ല, അനുസരിക്കണ്ട എന്നുള്ള രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു അല്ലേ. അപ്പം ഈ ധിക്കാരികളായ ആളുകൾ അല്ലെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ, അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടു കൊടുത്താൽ അവർ പറയും ഇതെന്താണ്, പൂർവികന്മാരുടെ പുരാണ കഥകളാണെന്ന് പറയും. അപ്പോൾ അള്ളാഹു തആല പറയുന്നത് സനസിമുഹു അലൽ ഖുർത്തൂം, വഴിയെ അവൻ്റെ തുമ്പിക്കൈ ഞാൻ തുമ്പിക്കൈൻ്റെ മേലെ അടയാളം വെക്കും. ഖുർത്തൂം എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ എന്നാണ്. അതായത് പിന്നീട് ഇവരെ ഈ കുറ്റവാളികൾ ഒരു പ്രത്യേകമായിട്ട് ഒരു സീല് വെച്ച രീതിയിൽ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അല്ലെ, അവരെ പ്രത്യേകമായ ഒരു അടയാളം വെച്ചിട്ട് അറിയാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. അതാണ് സനസിമുഹു അലൽ ഖുർത്തൂം. അപ്പം ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്നതെന്നെല്ലാം പറയുന്ന പോലെ തുമ്പിക്കൈൻ്റെ ഇത് പറയുന്നത് വെച്ചാൽ ആ മൂക്കിൻ്റെ ആ ഭാഗത്തായിട്ട് കുറ്റവാളികൾക്ക് പിന്നെ ഒരു പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടയാളം വെക്കും എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്നതി ഇദ് അഖ്സമു ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. എന്താണ്, ആ തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ അവരെയും നാം പരീക്ഷിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കഥയുടെ ഒരു ചുരുക്ക വിവരണം ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ആയത്തുകൾ ചുരുങ്ങിയ രൂപത്തിൽ പിന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. അതായത് പിന്നെ ഈ പിന്നെ ഇപ്പം ഇവരെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പം അള്ളാഹു തആല പരീക്ഷിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ, അതായത് കളവാക്കിയ ആളുകൾ അല്ലേ, കളവാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയ ആളുകളെ ഒറ്റയടിക്ക് പെട്ടെന്നല്ല അവരെ പരീക്ഷിച്ചത് അല്ലേ. ഒരുപാട് നന്മകൾ നൽകി, അവർക്ക് സാവകാശം നൽകി, ദീർഘായുസ് നൽകി, സന്താനങ്ങൾ സമ്പത്തും നൽകി, അങ്ങനെ ഒരുപാട് നൽകി അവരെ സഹായിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തത് അവരോടുള്ള ആദരവ് കൊണ്ടാണെന്നാണോ വിചാരിക്കുന്നത്? അല്ല അല്ലേ, അങ്ങനെയല്ല. അവരെ പടിപടിയായി ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്തത്. പക്ഷെ അവരതെന്തായി, ഇതൊക്കെ അവർക്ക് കുറേ മക്കളും സമ്പത്തും സൗകര്യമെല്ലാം ഉണ്ടായപ്പോൾ അവരഹങ്കരിച്ചു അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പല രീതിയിലും പരിഹസിച്ച് പിന്നെ വിഷമിപ്പിച്ചു. അവർ വിചാരിക്കുന്നത് അവരാണ് നല്ല ആൾക്കാർ, അതുകൊണ്ടാണ് അവർക്ക് എല്ലാ സമ്പത്തും സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്നത് എന്ന് അവർ വിചാരിക്കുന്നു. പക്ഷെ അവരെ പരീക്ഷിച്ചതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എങ്ങനെ? തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ. സുബ്ഹാനല്ലാഹ് അല്ലെ, അള്ളാഹുവിൻ്റെ ഓരോ ഹിക്മത്ത് നോക്കിയാട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ തോട്ടക്കാരുടെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തോട്ടക്കാര് എങ്ങനെയുള്ള തോട്ടക്കാരാണെന്ന് പ്രത്യേകം പറയുന്നില്ല. എവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നില്ല. പിന്നെ യമനിൽ ഉണ്ടായിരുന്ന ഒരു തോട്ടക്കാരെ പറ്റിയാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അവർക്ക് അറബികൾക്ക് അവരെ കുറിച്ച് കേട്ടറിവുണ്ട്. അതുകൊണ്ട് പിന്നെ ഏകദേശം അവർക്ക് സംഭവം പെട്ടെന്ന് മനസ്സിലായി എന്നുള്ള രീതിയിലാണ് ഇതിന്റെ വിശദീകരണത്തിൽ പറയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ചുരുക്ക വിവരണം എങ്ങനെയാന്ന് വെച്ചാല്, ഒരു മനുഷ്യൻ്റെതാണെന്ത് ഈ തോട്ടം. നല്ലൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഭയങ്കര ഉദാരശീലനായ ഒരാളുടെ തോട്ടം. അയാള് തോട്ടത്തിലെ ഫലങ്ങൾ, കൃഷി വിളവെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരംശം സാധുക്കൾക്ക് ദാനം ചെയ്യും. അപ്പോൾ ഈ പിന്നെ വിളവെടുക്കുന്ന ഫലങ്ങൾ പറിച്ചെടുക്കുന്ന ആ സമയത്ത് അല്ലെ, നല്ല കായ്ച്ചു നിൽക്കുന്ന ഫലങ്ങൾ പറിച്ചെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു അംശം, ഒരു ഭാഗം എന്താക്കും, പാവങ്ങൾക്കൊക്കെ അയാൾ നല്ല രീതിയിൽ ദാനം ചെയ്യുന്ന ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ എപ്പോഴും വിളവെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് എന്താവും, പാവങ്ങളും ദരിദ്രരായ ആളുകളൊക്കെ അവിടെ ഒരുമിച്ച് കൂടും. അങ്ങനെ ഈ മനുഷ്യൻ എന്തായി, മരണപ്പെട്ടു. അങ്ങനെ അയാൾ മരിച്ച ശേഷം
പിന്നെ അദ്ദേഹത്തിന്റെ മക്കളാണ് പിന്നെന്താക്കുന്നത് ഈ കാര്യം ഏറ്റെടുക്കുന്നത്. അത് പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. പക്ഷേ ഈ മക്കളുടെ വിഷയം എന്താന്ന് വെച്ചാല് മക്കൾക്ക് ഈ പിതാവ് ചെയ്തതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തില്ല, താല്പര്യമില്ല. അവരപ്പം എന്താ തീരുമാനിച്ചെന്ന് വെച്ചാല് പിന്നെ ഇങ്ങനെ എല്ലാ പ്രാവശ്യം വിളവെടുക്കും ഇങ്ങനെ ഓരോ ഓഹരി പാവങ്ങൾക്കും പിന്നെ ദരിദ്രക്കുള്ള ആൾക്കാർ കൊടുക്കനാ, അങ്ങനെ ഇവർക്ക് തന്നെ മുഴുവനും കിട്ടണമെന്നുള്ള അത്യാർത്തി. അപ്പൊ അവരെന്താ ചെയ്തെന്ന് വെച്ചാല് പിന്നെ വിളവെടുക്കുന്നതിന്റെ തലേന്ന് രാത്രി തന്നെ കുറച്ച് നേരത്തെ വെളുക്കുന്നതിന് മുമ്പ് നേരത്തെ അറിയാതെ പോയിട്ട് ആരും അറിയാതെ ഫലങ്ങളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം, കൊയ്തെടുക്കാം എന്നുള്ള രീതിയിൽ അവരെന്താക്കി പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിച്ചു. ഈ മക്കള് അവർ തമ്മിൽ ഇങ്ങനെ ഗൂഢമായ ഒരു തീരുമാനം ഉണ്ടാക്കി. അങ്ങനെ തീരുമാനമെല്ലാം ഉണ്ടാക്കി ഈ പാവങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ അങ്ങോട്ടേക്ക് വരാതെ തടയാൻ വേണ്ടിയിട്ട് ആളെല്ലാം നിർത്തിയിന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവരെന്താക്കി അങ്ങോട്ടേക്ക് പോയി ഈ തോട്ടത്തിൽ നിന്ന് ഫലങ്ങളൊക്കെ പറിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന സമയത്തുണ്ട് മുഴുവനും നശിച്ചിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ. എന്തോ ഒരു അത്യാഹിതം ബാധിച്ചിട്ട് പൂർണ്ണമായിട്ട് ആ തോട്ടത്തിലെ ഒന്നും കായ്കനികളൊന്നും ബാക്കിയില്ലാതെ എല്ലാം നശിച്ച് ഇതായ പോലെ അവരാകെ പ്രയാസത്തിലതിലെ സങ്കടം. സ്വാഭാവികമായിട്ടില്ലേ ആർക്കാ വിഷമം ഇല്ലാതിരിക്കുക. ആർക്കും കൊടുക്കാതെ നമ്മൾ സ്വന്തം കൈക്കലാക്കാന്ന് വിചാരിച്ചിട്ടാണ് അവര് നേരത്തെ തന്നെ അല്ലേ എല്ലാരും ഉറങ്ങി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവരങ്ങോട്ടേക്ക് പോയത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും എന്തായി? സുബ്ഹാനല്ലാഹ്, ഒന്നുമില്ല അല്ലെ, ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പൊ നമുക്ക് അതിന്റെ ആയത്തുകളിലൂടെ നമുക്ക് പോകാം അല്ലെ ഇൻഷാ അല്ലാഹ്. ഇതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഈ ഒരു സൂറത്തിലെ ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് നമുക്ക് ചിന്തിക്കാനുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മള് പിന്നെ അല്ലാഹു തആല ധാരാളം നൽകി, അത് പക്ഷെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിച്ച് ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അവസാനം നമുക്ക് ഒന്നുമില്ലാണ്ട് നാമാവശേഷമായി തീരുന്ന ഒരു ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? പിന്നെ ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന. ഇന്നാ ബലൗനാഹും, നിശ്ചയമായും നാം അവരെ പരീക്ഷിച്ചിരിക്കുകയാണ്. എങ്ങനെ? കമാ ബലൗന, നാം പരീക്ഷിച്ചതുപോലെ, അസ്ഹാബൽ ജന്ന, തോട്ടക്കാരെ. കുറച്ചധികം ആയത്തുകൾ ഞാൻ അങ്ങനെ പറയും, കാരണം ഇതൊരു കഥയായതുകൊണ്ട് ആ ആയത്തുകളുടെ അർത്ഥം ജസ്റ്റ് പറഞ്ഞു പോകും കേട്ടോ. കമാ ബലൗന അസ്ഹാബൽ ജന്ന, ആ തോട്ടക്കാരെ തീർച്ചയായും അവരെ നാം പരീക്ഷിച്ചിരിക്കുകയാണ്. ഇത് അഖ്സമു ലയസ്രിമുന്നഹ മുസ്ബിഹീൻ, അവര് പിന്നെ സത്യം ചെയ്ത സന്ദർഭം. എന്ത്? ലയസ്രിമുന്നഹ മുസ്ബിഹീൻ, ആ പഴങ്ങള് രാവിലെ ആകുമ്പത്തേക്കും നമ്മളെന്താക്കും? എല്ലാം പറിച്ചെടുക്കുമെന്ന് അവര് സത്യം ചെയ്ത ആ ഒരു സന്ദർഭം. ശരിക്കും തോട്ടം അല്ലാഹു തആല എന്താണ് എല്ലാം അല്ലെ നല്ല രീതിയിൽ അല്ലാഹു തആല നൽകുന്നുണ്ട്, വിളവിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? എത്രത്തോളം നമ്മൾ നൽകുന്നു അതിൽ അല്ലാഹു തആല വർധനവ് നൽകും. അത് അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ് അല്ലെ. അത് ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് തരും. ഫഹുവ യുഖ്ലിഫുഹു എന്നാ പറഞ്ഞത് അല്ലെ. അതിന് പകരമായി അല്ലാഹു തആല നൽകും എന്ന് പറഞ്ഞത്. പക്ഷെ അവരെന്താണ് ഇവിടെ എന്താ സംഭവിച്ചത്? അവര് അല്ലെ വലാ യസ്തസ്നൂൻ, അവർ യാതൊന്നും ഒഴിവാക്കി പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. അതായത് പിന്നെ അവര് വിചാരിച്ച് അവരെ നിയന്ത്രണത്തിലാണ് അതുള്ളത് അല്ലെ. ഒരു ഇൻഷാ അല്ലാ പോലും അവരെന്താക്കിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവർ ഇൻഷാ അല്ലാ അല്ലാഹ് ഉദ്ദേശിച്ച പറിക്കാം എന്നുള്ള ഒരു ഇതുപോലും പറയാതെ അവരെന്താ ചെയ്തത്? പറിച്ചെടുക്കും എന്ന ആ ഒരു
സത്യം ചെയ്തിട്ട് അവർ പറഞ്ഞു, അല്ലെ, പ്രഭാതത്തിൽ നമ്മൾ പറിച്ചെടുക്കും. എന്നാ അള്ളാഹു സുബ്ഹാനഹു വ തആലയോ, അല്ലെ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. നമ്മൾ ഒരിക്കലും അള്ളാഹിനെ മറന്നിട്ടുള്ള ഒരു കളിയും കളിക്കാൻ പാടില്ല എന്നും കൂടി ഈ കഥയിൽ നമുക്ക് പാഠമുണ്ട്. അള്ളാഹിനെ മറന്നിട്ടുള്ള ഒരു കളിക്കും നമ്മൾ നിൽക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാരെയും, അല്ലെ, എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫത്വാഫ അലൈഹ ത്വാഇഫും മിർ റബ്ബിക വഹും നായിമൂൻ. അങ്ങനെ, അല്ലെ, അവര് ഒരു ഒഴിവ് കഴിവ് പറയാതെ ആ തോട്ടത്തിൽ അവര് പിന്നെ എല്ലാം പറിച്ചെടുക്കുന്നു സത്യം ചെയ്ത സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫത്വാഫ അലൈഹ ത്വാഇഫും മിർ റബ്ബിക വഹും നായിമൂൻ ഫഅസ്ബഹത് കസ്സരീം. അല്ലെ, അവര് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, അവർ ഉറങ്ങുന്ന വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ശിക്ഷ എന്തായി, അവരെ ആ തോട്ടത്തെ ബാധിച്ചു. ഫത്വാഫ അലൈഹ ത്വാഇഫും മിർ റബ്ബിക വഹും നായിമൂൻ. അവർ ഉറങ്ങുമ്പോൾ തന്നെ അതെല്ലാം എന്തായി, ഫുള്ളും പോയി. ഫഅസ്ബഹത് കസ്സരീം. അല്ലെ, അതെല്ലാം, അതായത് ഈ തോട്ടത്തിലെ ഫലങ്ങളൊക്കെ മുറിച്ചെടുത്ത് കൊണ്ടുപോയ പോലെ, ആരോ പറിച്ചെടുത്ത് കൊണ്ടുപോയ പോലെ അങ്ങനെ ആയി തീർന്നു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതിനെക്കുറിച്ച് പറയുന്ന എന്താ പറയുന്നത്, പിന്നെ ഒരു വമ്പിച്ച ചുഴലിക്കാറ്റായിരുന്നോ, ഇടുത്തിയോ മറ്റോ ആയിരുന്നോ, അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. അല്ലാഹു അലം. അല്ലെ, എന്തായാലും അവരുടെ തോട്ടം മുഴുവൻ എന്തായിപ്പോയി, നശിച്ചു പോയി. അല്ലെ, കസ്വരീം പോലെ, അല്ലെ, മുറിച്ചെടുക്കപ്പെട്ടതുപോലെ. വേറൊരർത്ഥത്തിൽ പറയുന്ന വെച്ചാൽ ഇരുട്ടിയ രാത്രി പോലെ അങ്ങനെയായി, എല്ലാ ഫലങ്ങളും നശിച്ചു പോയി. അതായത് തോട്ടം കത്തിക്കരിഞ്ഞ് കരിവർണമായി എന്നുള്ള രീതിയിലും അതിനർത്ഥമുണ്ട് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ശരിക്കും അവർക്ക് ഇങ്ങനൊരു ശിക്ഷ സംഭവിക്കുന്ന അവർക്ക് അറിയില്ല, അല്ലെ, അവർക്ക് അറിയില്ലായിരുന്നു. അവരിങ്ങനെ വിളിച്ചു പറയുന്ന സുബ്ഹാനല്ലാഹ്, അല്ലെ, ഫതനാദൗ മുസ്ബിഹീൻ. അവര് രാവിലെ തന്നെ അവർ വിളിച്ചു പറയുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, എന്താണ്, അനഗ്ദു അലാ ഹർസിക്കും ഇൻ കുന്തും സ്വാരിമീൻ. എന്താ, ഇവര് ഇതൊന്നും അറിയില്ല, സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവര്, അല്ലേ. നമുക്ക് നേരത്തെ പോകാം, അല്ലേ, നേരെ പറിച്ചെടുക്കാൻ നമുക്ക് നേരത്തെ തന്നെ ആ കൃഷി സ്ഥലങ്ങളിലേക്ക് നേരത്തെ നമുക്ക് രാവിലെ തന്നെ പുറപ്പെടുകയെന്ന് പറയുന്നു. അനഗ്ദു അലാ ഹർസിക്കും ഇൻ കുന്തും സ്വാരിമീൻ ഫൻതലഖു വഹും യതഖാഫതൂൻ. അവരിങ്ങനെ പരസ്പരം എന്താണ് മന്ത്രിച്ചു കൊണ്ടുപോയി, ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. ഫഅസ്ബഹത് കസ്സരീം ഫതനാദൗ മുസ്ബിഹീൻ അനഗ്ദു അലാ ഹർസിക്കും ഇൻ കുന്തും സ്വാരിമീൻ ഫൻതലഖു വഹും യതഖാഫതൂൻ. അവരെന്താ പറഞ്ഞതെന്നറിയോ, അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. എന്താണ്, ആ പ്രദേശത്തേക്ക്, അതിൻ്റെ തോട്ടത്തിൽ പിന്നെ ഒരു പാവപ്പെട്ട ഒരു ഒരു മിസ്കീനും അങ്ങോട്ടേക്ക് കടന്നു വരാൻ പാടില്ലാത്ത രീതിയിൽ, അല്ലേ, അവരവിടെ അതിനുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തി. സുബ്ഹാനല്ലാഹ്. അല്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മള് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ, ഈ പിന്നെ മക്കളുടെ പിതാവ് എന്ന് പറയുന്ന ആ നല്ലൊരു മനുഷ്യൻ അത്രയും കാലം ഓരോ വിളവെടുക്കുന്ന സമയത്തും സാധുക്കൾക്ക് കൊടുക്കുന്ന വെച്ചാൽ അള്ളാന്റെ മാർഗത്തിലല്ലേ അത് ചെലവഴിക്കുന്നത്, അല്ലേ. ശരിക്കും ദാനധർമ്മങ്ങൾ എന്താണ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ ഇഷ്ടം, അതൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനെയാണ് അവരെന്ത് ചെയ്തത്, അതാണ് അവർ നിരസിച്ചത്, തടസ്സപ്പെടുത്തിയത്, അല്ലേ. അതായത് ആ തോട്ടത്തിൽ ഒരു സാധുവും കടന്നു വരാൻ ഇടയാകാത്ത വിധത്തിൽ അതിനു മുമ്പ് നേരത്തെ പോയി, അല്ലേ, പിന്നെ അവർക്ക് നൽകാതിരിക്കാൻ വേണ്ടി അവർ ഉദ്ദേശിച്ച്. അപ്പോ അവര് പതുക്കെയാ പറഞ്ഞത്, ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആൾക്കാർ കേട്ടിട്ട് അറിയാനൊരു ഇടയാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങേയറ്റത്തെ പിശുക്കിന്റെ തീവ്രതയാണ് ഇതെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സമ്പത്തിനോടുള്ള ആർത്തിയും നശിപ്പിക്കും, മനസ്സിലാക്കിക്കോ, അല്ലേ. പിശുക്കും സമ്പത്തിനോടുള്ള ആർത്തിയും നമ്മളുടെ സമ്പത്തും സൗകര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്യുക, ഇല്ലാതാക്കുകയും ചെയ്യുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ചെലവഴിക്കും തോറും വർദ്ധിക്കും,
കോരുന്ന കിണറിലാന്ന് ഉറവുണ്ടാകാന്ന് പറയില്ലേ അല്ലേ? അതിങ്ങനെ വറ്റൂല, വന്നോണ്ടിരിക്കും. സുബ്ഹാനല്ലാ. കൊടുക്കുന്നതിന് എന്താക്കാൻ പാടില്ല, ഒരു മുടക്കം വരുത്താൻ പാടില്ല, ഒരു ആർത്തി ഉണ്ടാകാൻ പാടില്ല. പിശുക്ക് ഒരു വിശ്വാസിക്ക് ഒരിക്കലും യോജിച്ചതല്ല അല്ലെ. ഇവര് ആ രൂപത്തില് ഒരു മിസ്കീനും അങ്ങോട്ടേക്ക് വരാത്ത വിധത്തിൽ അവരെന്താക്കി, വഹദൗ അലാ ഹർദിൻ ഖാദിരീൻ, അതായത് ആ സാധുക്കൾ വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് നല്ല കഴിവുള്ള ആളുകളായിക്കൊണ്ട് തന്നെ അവരെന്തായി, രാവിലെ തന്നെ വഹദൗ, രാവിലെ തന്നെ പോയി എന്ന് പറയുന്നത്, വഹദൗ അലാ ഹർദിൻ ഖാദിരീൻ, അവരെ ഈ പാവപ്പെട്ട ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നതിനെ തടയുന്ന രീതിയിൽ ശക്തന്മാരായ പിന്നെ ചില ആളുകളെ അവിടെ തടയാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അല്ലേ, ഇങ്ങനൊക്കെ അവർ ചെയ്തു വെച്ചെങ്കിലും അവരിതിങ്ങനെ കണ്ട സമയത്തിലെ എന്താ കാണുന്നത്, ഈ ഒരു കാഴ്ച അവർ കാണാണ്. നല്ല വിളഞ്ഞു കിടക്കുന്ന തോട്ടം, അത് പിറ്റേന്ന് വിളവെടുക്കാനുള്ള ദിവസം, അതിന്റെ രാത്രി പാതിരാക്ക് എന്താ സംഭവിക്കുന്നേ, മുഴുവനും കൊയ്തെടുത്ത് കൊണ്ടുപോയ പോലെ നശിച്ചില്ലാതായി തീരുന്നൊരവസ്ഥ അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവര് പറയുന്നത് അവരാ തോട്ടം കണ്ടപ്പോ അവര് പറഞ്ഞു, ഇന്നാലൂൻ, നിശ്ചയമായും ഞങ്ങള് പിഴവ് പറ്റിയിട്ടുണ്ട്, നമ്മള് വഴിതെറ്റിപ്പോയിട്ടുണ്ട്, നമുക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ബോധ്യമായി. അപ്പം ശരിക്കും അല്ലേ, ആ തോട്ടം കണ്ടപ്പോ ഒന്നുമില്ല അല്ലെ, അവിടെ ഒന്നുമില്ലാതെ കൊയ്തെടുക്കപ്പെട്ട നിലയിലാണ് അവർ കണ്ടത്. കണ്ട സമയത്ത് അവരാകെ പരിഭ്രാന്തരായി. അവർക്ക് മനസ്സിലായി നമ്മളെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, നമ്മളെ അടുത്ത് എന്തോ വീഴ്ച വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഈ രൂപത്തിൽ സംഭവിച്ചത് എന്നുള്ള ഒരു വീണ്ടും വിചാരം അവർക്ക് വന്നെന്നാ പറയുന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞല്ലേ, ഇന്നാലൂൻ ബൽ നഹ്നു മഹറൂമൂൻ, അതായത് എന്താണ്, ഞങ്ങൾ നഷ്ടം നേരിട്ടവരാണ് എന്ന്. ബൽ നഹ്നു മഹറൂമൂൻ. അങ്ങനെ അവരിൽപ്പെട്ട ഖാല ഔസതുഹും അലം അഖുൽ ലകും ലൗലാ തുസബ്ബിഹൂൻ, അതായത് അവരുടെ കൂട്ടത്തിൽ മധ്യനിലപാടുകാരനായ ഒരാൾ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്താണ് നിങ്ങൾ അള്ളാനെ സ്തുതിക്കാതിരുന്നത്, പുകഴ്ത്താതിരുന്നത്, പ്രകീർത്തിക്കാതിരുന്നത്. ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ കൂട്ടത്തിൽ നല്ലൊരു മധ്യമ നിലപാടുള്ള ഒരാളുണ്ടായിരുന്നു അല്ലെ, അയാള് നല്ല ഒരു മാർഗത്തിന്റെ ഉടമയാണ് പറയുന്നു. നിങ്ങൾ എന്തിനാ അള്ളാഹുവിനെ സ്തുതിക്കാതെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് എന്നുള്ള രീതിയിൽ അവർ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെവികൊള്ളാൻ എന്തായില്ല, ആരും തയ്യാറായിട്ടില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. ഖാല ഔസതുഹും അലം അഖുൽ ലകും ലൗലാ തുസബ്ബിഹൂൻ. അപ്പോൾ അവർ പറഞ്ഞു, ഖാലു സുബ്ഹാന റബ്ബിന ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങളുടെ റബ്ബ് എത്രയോ പരിശുദ്ധൻ അല്ലേ, ഞങ്ങൾ എന്തായിട്ടുണ്ട്, ഞങ്ങൾ തീർച്ചയായും അക്രമികളായി തീർന്നിരിക്കുന്നു, ഞങ്ങൾ അക്രമികളായിട്ടുണ്ട്. ഖാലു സുബ്ഹാന റബ്ബിന ഇന്നാ കുന്നാ ളാലിമീൻ. അങ്ങനെ ഫഅഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദിൻ യതലാവമൂൻ, അവരെന്താക്കിയതെന്ന് വെച്ചാൽ പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ എന്താക്കുന്നത്, പരസ്പരം കുറ്റപ്പെടുത്താൻ അല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ, എന്തിനാന്ന് ഇങ്ങനെല്ലാം ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു. ഖാലു യാ വൈലന ഇന്നാ കുന്നാ ത്വാഗീൻ, അവര് സ്വന്തം പറയുന്നല്ലേ, ഞങ്ങളുടെ നാശമേ, തീർച്ചയായും ഞങ്ങൾ അതിക്രമകാരികളായിരിക്കുന്നു, ഞങ്ങൾ തെറ്റാണ് ചെയ്തത് എന്നുള്ള ബോധം അവർക്ക് വരികയാണ്. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ, അള്ളാഹുവിൻ്റെയും അടിമകളുടെയും ബാധ്യതകളുടെ പരിധി ലംഘിച്ചിരിക്കുകയാണ് എന്ന്
അവർക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ പിന്നെ അവരാഗ്രഹിക്കുകയെന്ന് ഈ തോട്ടത്തിനേക്കാളും ഉത്തമമായത് അല്ലാഹു തആല പകരം നൽകിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അസാ റബ്ബുന അയ്യുബ്ദിൽനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. അള്ളാഹു ഇതിനേക്കാൾ ഉത്തമമായത് പകരം തന്നേക്കുമെന്നുള്ള പ്രതീക്ഷയോടെ റബ്ബിലേക്ക് അവർ ആഗ്രഹം വെച്ച് ചെല്ലുന്നവരായിരുന്നു എന്ന് പറയുന്നു. ശരിക്കും അല്ലേ, അവര് പറഞ്ഞതുപോലെ തന്നെയാണ് അവർ ഈ പിന്നെ കാര്യങ്ങളെല്ലാം അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണെങ്കിൽ, അതായത് അല്ലേ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുസരിക്കുന്ന ആ രീതിയിലേക്കാണെങ്കിൽ അവർ ചോദിച്ചത് അവർക്ക് നൽകുമായിരുന്നു അല്ലേ. റബ്ബിൽ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുമായിരുന്നു. പക്ഷെ അവരെന്താണ്, അവരങ്ങനെയല്ല അല്ലേ. അപ്പോൾ അല്ലാഹു തആല പറയുന്നു കദാലിക്കൽ അദാബ്, അപ്രകാരം തന്നെയാണ് ശിക്ഷ. വല അദാബുൽ ആഖിറതി അക്ബർ, പരലോക ശിക്ഷയാകട്ടെ അത് ഏറ്റവും വലുതാണ്, ഗൗരവമുള്ളതാണ്. ലൗകാനു യഅലമൂൻ, അവരറിഞ്ഞിരുന്നെങ്കിൽ. അപ്പം പിന്നെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ അവർക്ക് ശിക്ഷ വന്ന്, ഇതൊരു ശിക്ഷയല്ലേ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പരലോകത്തെ ശിക്ഷ എന്ന് പറയുന്നത് അത് ഭയങ്കര കഠിനമാണ്, അത് ഭയങ്കര ഗൗരവമുള്ളതാണ്. ഈ ദുനിയാവിലെ ശിക്ഷക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ പരലോകത്തെ ശിക്ഷ എന്ന് പറയുന്നത് അത് അതികഠിനമാണ്. അതിൽ നിന്ന് മാറി നിൽക്കാനോ ഓടി രക്ഷപ്പെടാനോ ആർക്കും കഴിയൂല. എല്ലാവരും അനുഭവിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇത്രയും കുറേ ആയത്തുകളായിപ്പോയി. പക്ഷെ ഈ 33 ആയത്ത് വരെയാണ് പിന്നെ ഈ തോട്ടക്കാരുടെ സംഭവങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഓട്ടത്തിന് വായിച്ചിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. പിന്നെ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അതായത് നന്മ തടയാൻ നമ്മൾ പാടില്ല, നൽകുന്നതിന് തടയാൻ പാടില്ല, ആരെങ്കിലും കൊടുക്കുന്ന ആൾക്കാരെ മുടക്കം ചെയ്യാൻ പാടില്ല. നമ്മൾ തന്നെ അള്ളാഹു നൽകിയതിനെ ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ച് ചെലവഴിക്കാതെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുകയും ചെയ്യാൻ. പിശുക്ക് കാണിച്ചിട്ട് കൊടുക്കാതെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യാം, പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്ന ഒരവസ്ഥ വരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതിന് എന്താകാൻ പാടില്ല, ഒരു മടിയും കാണിക്കാൻ പാടില്ല, ഒരു മുടക്കം കാണിക്കാനും പാടില്ല. അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ നമ്മൾ എന്താക്കേണ്ടതില്ല, ഒരു പിശുക്കും കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല ഏറ്റവും അധികരിപ്പിച്ച് തരും, കൊടുക്കുന്തോറും അല്ലാഹു തആല വർദ്ധിപ്പിച്ച് തരും. അതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കാം. അതുപോലെ ഈ ദുനിയാവിൽ ശിക്ഷ എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആവുന്നതായിരിക്കാം. പക്ഷെ പരലോക ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്, അത് കഠിനമാണ്. അതൊരാൾക്കും വാക്കുകൾ കൊണ്ട് പറയാനോ ഇതാക്കാനോ സാധിക്കില്ല, അത്രയും കഠിനമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ കഥ ഉൾക്കൊള്ളുക. ഇതിൻ്റെ ആയത്തുകൾ അർത്ഥം വായിക്കുമ്പോൾ തന്നെ ഈ സംഭവം മനസ്സിലാവും. കൂടുതൽ വിശദീകരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെയുള്ള ചീത്ത പ്രവർത്തനങ്ങളിൽ പെട്ടുപോകുന്നതിൽ അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന് തൃപ്തിയോടുകൂടി എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين. آمين آمين يا رب العالمين.